അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജനനം മുതൽ മരണം വരെയും വീണ്ടും പുനർജന്മം വരെയുമുള്ള അത്ഭുതകരവും വികാരഭരിതവുമായ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യത്തെ ജീവനുള്ള ശ്വസിക്കുന്ന സൃഷ്ടി ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മാതാപിതാക്കളില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മാത്രമുണ്ടായ ഒരത്ഭുത സൃഷ്ടി. മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കരയുന്നത് പോലെ ജിബ്രീൽ അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട നിമിഷം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു അല്ലാതെ യാതൊരു ശക്തിയും ഒരു കഴിവുമില്ല എന്നായിരുന്നു. സ്വന്തം അസ്തിത്വത്തിൻ്റെ നിസ്സഹായതയും സൃഷ്ടാവിൻ്റെ മഹത്വവും ആദ്യ നിമിഷം തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രകാരം ജിബ്രീലിൻ്റെ ചെവിയുടെ അറ്റവും ജിബ്രീലിൻ്റെ തോളും തമ്മിലുള്ള ദൂരം തന്നെ 700 വർഷത്തെ യാത്രയുടെ ദൈർഘ്യമുണ്ടാവും. ഒരു പക്ഷിക്ക് പോലും ആ ദൂരം പറന്നെത്താൻ 700 വർഷം വേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രൂപം എത്ര ഭീകരമായിരിക്കും! അള്ളാഹുവിൻ്റെ സിംഹാസനത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന വലിയ ഭീകരന്മാരായ മലക്കുകളെക്കാളും വലുപ്പമുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്. ലൂത്ത് നബിയുടെ ജനതയെ മുഴുവൻ നശിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറകിൻ്റെ ഒരൊറ്റ തൂവല് കൊണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വലുപ്പം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പല തവണകളായി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്. 2 അല്ല, 3 അല്ല, 4 അല്ല, 600 ചിറകുകൾ. അദ്ദേഹം ചിറക് വിരിച്ചാൽ ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിൽക്കും. ആ ചിറകുകളിൽ നിന്ന് നിരന്തരം മുത്തുകളും മാണിക്യങ്ങളും പൊഴിഞ്ഞു വീഴുന്നുണ്ടാകും. അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ചിറകുകൾക്കും പാദങ്ങൾക്കും പച്ച നിറമാണ് എന്നാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരവും ഗംഭീരവുമായ കാഴ്ചകളിലൊന്നാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുക എന്നത്. പ്രവാചകന്മാരുടെ ഉറ്റ തോഴനായിരുന്നു. ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും കഥകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യമുണ്ട്. 1,24,000 പ്രവാചകന്മാരിലേക്കും അള്ളാഹുവിൻ്റെ സന്ദേശവുമായി എത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അവരെ പഠിപ്പിക്കാനും അവരെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനും ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും അവരുടെ കൂടെയുണ്ടായിരുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിനും ആദം നബിക്കും ഇടയിലുള്ള മധ്യസ്ഥനായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടപ്പോൾ മനുഷ്യർക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. അന്ന് ആദം നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മാലാഖമാരും ചേർന്നുകൊണ്ടായിരുന്നു. ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വിജനമായ മരുഭൂമിയിൽ കുഞ്ഞു ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വെള്ളം കിട്ടാതെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സൊഫ മർവ മലകൾക്കിടയിൽ ഓടുന്ന രംഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. അദ്ദേഹം തൻ്റെ കാൽപാദം കൊണ്ട് അല്ലെങ്കിൽ ചിറകുകൊണ്ട് മണ്ണിലൊന്നടിച്ചു. അവിടെ നിന്നാണ് സംസം എന്ന് പറയുന്ന പരിശുദ്ധമായ ഉറവ പൊട്ടിയൊഴുകിയത്. സെക്കൻഡിൽ 8000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന അത്ഭുതമായ ഒരു ഉറവ ഇന്നും വറ്റാതെ നിലനിൽക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സ്പർശനം കൊണ്ടാണ്. നാം ഇന്നും കുടിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കാരണം കൊണ്ട് ലഭിച്ച സംസം വെള്ളമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. പിശാച് പ്രലോഭിപ്പിക്കാൻ വന്നപ്പോൾ കല്ലെറിയാൻ കൽപ്പിച്ചതും ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. അതാണ് നാം ഇന്നും ഹജ്ജിൽ ജംറകളിൽ കല്ലെറിയുന്നതിലൂടെ അനുസ്മരിക്കപ്പെടുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരന്മാർ യൂസുഫ് നബിയെ കിണറ്റിലെറിഞ്ഞ സമയം
അദ്ദേഹം താഴേക്ക് വീഴുന്നതിനിടയിൽ ആരും കാണാതെ ആ കുഞ്ഞുമേനിയെ താങ്ങിപ്പിടിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. വീഴ്ചയുടെ ആഘാതം ഏൽക്കാതിരിക്കാൻ അദ്ദേഹം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംരക്ഷണമൊരുക്കി. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയെ റൂഹുൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് എന്നാണ് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ വേണ്ടി വന്നപ്പോൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും തമ്മിൽ വലിയ ആത്മബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. നബിയുടെ കുട്ടിക്കാലത്ത് മാതാവ് മരണപ്പെട്ട ശേഷം വല്ലുപ്പയുടെയും പിന്നീട് അമ്മാവൻ്റെയും സംരക്ഷണത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചു കിടത്തി നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്തു. സ്വർണ്ണപാത്രത്തിലെ സംസം വെള്ളത്തിൽ ആ പരിശുദ്ധ ഹൃദയം കഴുകി വൃത്തിയാക്കി അതിലെ പിശാചിൻ്റെ അംശം നീക്കം ചെയ്ത ശേഷം അതേ സ്ഥാനത്ത് തന്നെ തിരികെ വെച്ചു. കുട്ടികളെല്ലാവരും ഭയന്നോടി. മുഹമ്മദിനെ കൊന്നേ എന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും തിരികെ അവരെത്തിയപ്പോഴേക്കും നെഞ്ചിലൊരു തുന്നലുമായി വളരെ ശാന്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ജിബ്രീലിനെ കാണുന്നത്. ഇത്തവണ ഭയാനകമായ ഒരു അനുഭവമായിരുന്നു അത്. വായിക്കുക, ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ വട്ടം പിടിച്ച് ഞെരിച്ചു കളഞ്ഞു. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അത്. തുടക്കത്തിൽ ജിബ്രീലിനെ കാണുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയമായിരുന്നു. എന്നാൽ പിന്നീട് ജിബ്രീലിനെ കാണാത്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി മാറി. അബൂജഹൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുജൂദിലായിരിക്കുമ്പോൾ കഴുത്തിൽ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്ന അബൂജഹൽ പെട്ടെന്ന് ഭയന്ന് പിന്നോട്ട് മാറി. എനിക്കും അവനും ഇടയിൽ തീയിൻ്റെ കിടങ്ങുകളും ചിറകുകളും ഞാൻ കണ്ടു എന്നാണ് അബൂജഹൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനെൻ്റെ അടുത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യസമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അള്ളാഹു താങ്കൾക്ക് 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ അവസരം തന്നിരിക്കുന്നു. ഒന്നെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു. നബിയുടെ മരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് താങ്ങാനാവാത്തതായിരുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാ ജീവജാലങ്ങളും മരിക്കും. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മരിക്കും. ലോകാവസാന നാളിൽ കാഹളം മൂതപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കും, ഇനി ആരാണ് ബാക്കിയുള്ളത്? മരണത്തിൻ്റെ മാലാഖ പറയും, നാഥ, നീയും നിന്റെ സിംഹാസനം വഹിക്കുന്നവരും ജിബ്രീലും മീകായിലും ഞാനും മാത്രമാണുള്ളത്. അള്ളാഹു കൽപ്പിക്കും, ജിബ്രീലിൻ്റെ ആത്മാവിനെ എടുക്കുക. അതൊരു ഭീകരമായ നിമിഷമായിരിക്കും. ആകാശത്തോളം വലിപ്പമുള്ള 600 ചിറകുകളുള്ള ആ മഹാമാലാഖ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് മുഖം കുത്തി താഴെ വീഴും. അദ്ദേഹത്തിൻ്റെ ചിറകുകൾ വിടർന്നു കിടക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം മരണപ്പെടും. പിന്നീട് മീകായിലും ഇസ്രാഫീലും, ഒടുവിൽ മരണത്തിൻ്റെ മാലാഖയാകുന്ന സിറായിൽ അലൈഹിസ്സലാമും മരണപ്പെടും. അവസാനം അള്ളാഹു മാത്രം അവശേഷിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ഇന്ന് ആർക്കാണ് രാജാധികാരമുള്ളത്? എവിടെ പോയി അഹങ്കാരികൾ? എവിടെ പോയി സ്വച്ഛാധിപതികൾ? ആരും മറുപടി പറയാനില്ലാതെ അള്ളാഹു തന്നെ മറുപടി പറയും, ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിന് മാത്രം. പിന്നീടുള്ളത് പുനർജീവനമാണ്, ആനന്ദകരമായ ഒരു മഹാകാഴ്ച. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരും. അന്ന് ഭൂമി പിളർന്ന് ആദ്യം പുറത്തു വരുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? അള്ളാഹുവിൻ്റെ വലതുഭാഗത്തായി നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്.
ജിബ്രീൽ അലൈഹിസ്സലാം ഇതുവരെ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. മഹ്ശറയിൽ വെച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഇദ്ദേഹമാണ് അഥവാ ജിബ്രീലാണ് നീ അയച്ച സന്ദേശം എനിക്ക് എത്തിച്ചു തന്നത്. വിചാരണക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിന് വേണ്ടി സാക്ഷി നിൽക്കും. സ്വർഗത്തിൽ വെച്ച് നമുക്ക് ജിബ്രീലിനെ കാണാനും സംസാരിക്കാനും കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ജിബ്രീലിനൊപ്പം ചിറകുകൾ വെച്ച് പറക്കാൻ നമുക്ക് സാധിക്കുമെന്ന്. വിശ്വാസത്തിൻ്റെ വഴികളിൽ പ്രവാചകന്മാരുടെ കൂടെ നിഴൽ പോലെ നടന്ന സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണയും പ്രവാചകനോടുള്ള സ്നേഹവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.